നമുക്കിന്നൊരു കൊഞ്ച് തീയലിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കായലിലെ വളർത്തു കൊഞ്ചാണ് കേട്ടോ. ഇത് കറക്റ്റ് 1 കിലോ ഉണ്ട്. അപ്പം ഞാൻ ഒരു തേങ്ങ മൊത്തവും തിരികെ എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു 3-4 കൊച്ചുള്ളി, ഒരു 3 കഷ്ണം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു നുള്ള് കടുകും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാവേ. നമുക്കിപ്പോൾ മീനൊന്നും ഇവിടെ കിട്ടുന്നില്ലല്ലോ, അങ്ങനെ കൊഞ്ച് മേടിച്ചതാണ്. ഈ തേങ്ങ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം, നല്ല ബ്രൗൺ കളറായി വരണം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാവേ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കേട്ടോ വരുന്നെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു കേട്ടോ. അതെന്തോ ശീലമായതാ, ഞാൻ മാറ്റിക്കോളാം. ഇനി ഈ ഒരു റെസിപ്പി ഇതെൻ്റെ അല്ല, ഇത് അമ്മച്ചിയുടെയാണ്. ഇവിടുത്തെ അമ്മച്ചി ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന കാലം മുതലേ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ഞാൻ ഇപ്പോൾ അത് കണ്ടുപിടിച്ച് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് നല്ലതുപോലെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാവേ. പിന്നെ മസാലപ്പൊടിയും കുരുമുളക് പൊടിയും നമുക്ക് കറി വേകുമ്പോഴത്തേന് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ പിന്നെ മൈക്കില്ല കേട്ടോ, ഞാൻ അല്ലാതായി വോയിസ് ഓവർ കൊടുക്കുന്നത്. അതാണ് നിങ്ങൾ ഈ പുറത്തെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. പിള്ളേർ 2 പേരുണ്ട്, അവരുടെ ശബ്ദമൊക്കെ കേൾക്കുന്നത് അതുകൊണ്ടാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇന്നും ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഞാൻ എന്താ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഏകദേശം 1/2 കിലോ കൂടുതലുണ്ട് കേട്ടോ. തോനെ കൊച്ചുള്ളി വേണം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വെളുത്തുള്ളി ഒരു ഉണ്ട വെളുത്തുള്ളി മൊത്തം എടുത്തായിരുന്നു. പിന്നെ പച്ചമുളക് ഒരു 10-11 ഉണ്ടായിരുന്നു. ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ട് ഇനി നമുക്ക് പാത്രത്തിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാവേ. ഇനി അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ച്, കടുക് പൊട്ടി വരുമ്പോഴത്തേന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടെ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാവേ. കൊച്ചുള്ളി ഞാൻ പറഞ്ഞില്ലേ 1/2 കിലോ കൂടുതൽ എടുത്തായിരുന്നു. കറിവേപ്പിലയും കൂടി ഇട്ട് മൂത്ത് ഇനി നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻസും കൂടെ ഇടണേ, എനിക്കറിയണ്ടേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊക്കെ. ഇനി നമുക്കിത് ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കൊച്ചുള്ളി ഇട്ട് കൊടുക്കാവേ. നമുക്ക് കൊച്ചുള്ളി എല്ലാം കൂടെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാവേ. കൊച്ചുള്ളി എല്ലാം നല്ലതുപോലെ വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ കൊച്ചുള്ളി മുക്കാനായിട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. തക്കാളിയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. എൻ്റെ ഈ ചാനലിൻ്റെ പേര് ഒലി ആൻഡ് ഫ്ലാ ബീച്ചി വേൾഡ് എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പം അതിൻ്റെ തുടക്കം ഒലി ആൻഡ് ഫ്ലാ എന്നിട്ടേക്കുന്നത്. മൂത്ത മകളുടെ പേര് ഒലീവിയ എന്നും രണ്ടാമത്തെ ആളുടെ പേര് ഫ്ലാവിയ എന്നും. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം വെച്ചാണ് ഞാൻ ഒലി ആൻഡ് ഫ്ലാ എന്നിട്ടേക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഡൗട്ട് കാണും. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്ത് കൊഞ്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. കൊഞ്ചൊക്കെ വൃത്തിയാക്കിയത് അമ്മച്ചി തന്നെ കേട്ടോ, അമ്മച്ചി തന്നെ അതൊക്കെ ചെയ്യുന്നത്. അതും ഒന്ന് ഇട്ട് വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഒപ്പിച്ച് വെച്ചേക്കാൻ നമ്മുടെ അരപ്പെല്ലാം കൂടെ ജാറിലോട്ടിട്ട് ഒരു കുഞ്ഞ് ഉണ്ട പിഴുപുളിയും പിന്നെ ഒരു നുള്ള് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാവേ. ഒരുപാട് പട്ടുപോലെ അരയേണ്ട, ഒരു നേർത്ത രീതിയിൽ അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തത് മറ്റേ നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഉള്ളിയെല്ലാം ഒന്ന് വെന്തോ നോക്കിയിട്ട് വേണം ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ജാറ് കലക്കി ഒഴിച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി എന്നിട്ട് അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാവേ. നമ്മൾ ആ കുരുമുളക് പൊടിയും മസാലപ്പൊടി ഇട്ട സമയത്ത് തന്നെ ഉപ്പും കൂടി ഇട്ടായിരുന്നു കേട്ടോ. ആ ഒരു പോഷൻ ഇതിനകത്തില്ല. ഇനി നല്ലതുപോലെ തിളച്ച് നല്ല മണമൊക്കെ പുറത്ത് വരുമ്പോഴത്തേന് നമുക്ക് അടപ്പ് തുറന്ന് വെച്ചിരുന്ന് നല്ലതുപോലെ പറ്റിച്ചെടുക്കാം. ആ ഇടയ്ക്ക് വീണ്ടും നമ്മൾ കുരുമുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട് നോക്കണം കേട്ടോ. പിന്നെ ആ സമയത്ത് ഉപ്പും കൂടെ നോക്കിയിട്ട് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നമുക്ക് വാങ്ങി വയ്ക്കാവേ. ഓഫ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഓഫ് ചെയ്ത് വെക്കാവേ. ഇനി നമുക്കൊരു പാത്രത്തിനകത്തോട്ട് സെർവ് ചെയ്യാവേ. പിന്നെ ഈ ഒരു കൊഞ്ച് തീയൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ വെക്കുന്നത് ഞാൻ ഇത്രയും ടേസ്റ്റിൽ വെച്ച് കഴിച്ചിട്ടുള്ളത് ഇവിടുത്തെ അമ്മച്ചി വെച്ച് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ നല്ലതുപോലെ അത് നോക്കി വെക്കും. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെയും പോകും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.